കരുണരസത്തെ ഭംഗിയായി ആവിഷ്കരിക്കുന്ന ഭാഗം പുസ്തകത്തിലുണ്ട്. നാടകത്തിന് എങ്ങനെയാണ് ഇത് ഇത്ര ഭംഗിയായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞത്? കരുണരസം നിറഞ്ഞാടുന്ന കലാരൂപം കഥകളിയാണ്. പക്ഷേ ഞാൻ പരീക്ഷണാർത്ഥം ഇത് നാടൻ കലകളിൽ പ്രയോഗിച്ചു നോക്കി. കർഷകർ, മുക്കുവർ എന്നിവരുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കുന്നത് കരുണമാണ്.
ദാരിദ്ര്യം അപമാനം, രോഗം ശാപം, സത്യം പരാജയപ്പെടൽ എന്നീ അവസ്ഥകൾ നിറയുന്ന രസമാണ് കരുണം. സഹജീവികളോട് മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരമാണ് കാരുണ്യം. ഒരുവന്റെ ദയനീയതയിൽ പരിതപിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ഈശ്വരനോളം ഉയരുന്നു. കരുണം നിറഞ്ഞ ജീവിതാവസ്ഥകളിലൂടെ നാം പലപ്പോഴും കടന്നു പോകാറുണ്ട്. This rasa represents sorrow, compassion, and deep emotional empathy. It evokes feelings of pity and gentleness in the audience. Performers show this rasa through tears, soft and slow movements, and lowered body language. This symbolizes sadness and unhappiness. മാതൃത്വം ഏറ്റവും മഹനീയമായ പദം. മാധുര്യമേറിയ മാതൃത്വത്തിന് എത്രയെത്ര ഭാവങ്ങൾ. ആ മാതൃത്വത്തിന്റെ വിവിധ ഭാവങ്ങളിലൂടെ ഒരു യാത്രയാണിത്. പ്രശസ്തരായ കവികൾ വർണ്ണിച്ചിട്ടുള്ള മാതൃത്വത്തിന്റെ വിവിധ ഭാവങ്ങൾ ഒരു സംഗീത ശില്പമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കൈത്താങ്ങുകളില്ലാത്ത ജീവിത വഴിയിൽ നമ്മെ നയിച്ച കെടാവിളക്കാണ് അമ്മ. മക്കൾ വളർന്നു വരുമ്പോൾ ഈ നന്മ മരം അനാഥമാവുകയാണോ? സുഭാഷ് ചേർത്തലയുടെ കവിത അമ്മ. സ്വന്തം മകളെ കൊല്ലുക? ഒരിക്കലും ഒരു അമ്മയും നേരിടാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യം. ശാരീരിക വളർച്ചയുള്ള എന്നാൽ മനസ്സ് വളരാത്ത തന്റെ മകളെ ഒട്ടും ആയാസപ്പെടാതെ, ഒട്ടും വേദനിക്കാതെ
എങ്ങനെയാണ് മരണത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് ആലോചിക്കുന്ന ഒരു അമ്മയെ സുഗതകുമാരി കൊല്ലേണ്ടത് എങ്ങനെ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. മിഠായി മിഠായി കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെയമ്മ തപിച്ചിടുന്നു. എല്ലാ ഭയം വിഷമമൊന്നും ഇവൾക്ക് തിങ്കൾ തെല്ലിന്നു തുല്യമൊരു പുഞ്ചിരിയുണ്ടു ചുണ്ടിൽ. പൊട്ടിച്ചിരിച്ചു മിഴി ചുറ്റിയുഴന്ന് കുഞ്ഞിമട്ടിൽ പിളർത്തിയ ധരങ്ങൾ മുഴിഞ്ഞിടുന്നു. അമ്മയ്ക്കു മാത്രം അറിയുന്നൊരു ഭാഷ മിഠായി അച്ഛൻ പറയുന്നിടത്ത് വന്ന് അച്ഛൻ പറയണ പോലെ ചെയ്ത വേറായ മിഠായി വാങ്ങി തരാം. വന്ന ഒരു ദിവസം നിന്നെ എനിക്ക് കിട്ടൂടെ? ദുഷ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ